പിന്നണി ഗാനരംഗത്തെ ഇതിഹാസം ആശാ ഭോസ്ലെ ഓർമ്മകളിലേക്ക് മാഞ്ഞു. 1977 സുജാത എന്ന സിനിമയ്ക്കപ്പുറം മലയാളവുമായി ആശയ്ക്ക് മറ്റൊരു ബന്ധമുണ്ട്. പിന്നണി ഗാനരംഗത്ത് ആശാ ഭോസ്ലെ അവസാനമായി പാടിയതും ഒരു മലയാളി സംഗീത സംവിധായകന്റെ ഗാനത്തിനാണ്. സജീവ് മംഗലത്ത് എന്ന സംഗീത സംവിധായകന്റെ ഹിന്ദി ഗാനം. ശബ്ദം കൊണ്ട് സംഗീതത്തിന്റെ അവർണ്ണനീയമായ ലോകത്തേക്ക് ഓരോരുത്തരെയും കൈപിടിച്ചു കയറ്റുന്ന ആശാ ഭോസ്ലെയുടെ മനോഹരമായ ആലാപന ശൈലി. ഓർമ്മകളിലേക്ക് ആശമടങ്ങുമ്പോൾ വേദനകൾക്കിടയിലും മലയാളിക്ക് അഭിമാനിക്കാൻ ഒന്നുകൂടി ബാക്കിയുണ്ട്. സജീവ് മംഗലത്തൊരുക്കിയ അവിസ്മരണീയമായ ഗാനം. മലയാളത്തിൽ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സജീവിനെ തേടിയെത്തിയത് അത്രയും ബോളിവുഡിൽ നിന്നുള്ള ചിത്രങ്ങൾ. ആൻ ഇഡിയറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ലയർ എന്ന ചിത്രത്തിലെ ഗാനം ഒരുക്കുമ്പോൾ പോലും അതിൽ ആശാ ഭോസ്ലെയുടെ ശബ്ദം മധുരം പകരുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഗായിക വാനമ്പാടി ആശാ ഭോസ്ലെയൊക്കെ എൻ്റെ പാട്ട് പാടുക എന്ന് പറയുമ്പം ഒരു സ്വപ്നമായിട്ടാണ് എനിക്കതിന് തോന്നിയത്. എൻ്റെ ഒന്ന് ഒരു ലൈൻസ് ഒരു 5-6 തവണയെങ്കിലും അത് ആശാജി തന്നെ പാടിയിട്ടുണ്ട്. ഞാൻ വളരെ അതിശയിച്ചു പോയി. ഇത്രയും ഒരു അവസ്ഥയിൽ പോലും അവരുടെ ശബ്ദം അതിമനോഹരമാണ്. കാരണം എനിക്കിതൊരു സ്വപ്നമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഒരു വലിയ സ്വപ്നമായിട്ട് തന്നെ ഇതിപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുക. പാടിപ്പിക്കുന്നതിനിടയിൽ ആ സംഗീത വിരുന്നിന് നന്ദി പറയാനും ആ ഇതിഹാസ നായിക മറന്നില്ല. 25-ലധികം ചിത്രങ്ങൾക്ക് ഗാനം പകർന്നിട്ടുണ്ട് സജീവ്. ഒടുവിലായി പുറത്തിറങ്ങാനിരിക്കുന്നത് ഒരു മലയാള ചിത്രം. ഇതിഹാസ താരത്തിനൊപ്പമുള്ള ഓരോ നിമിഷവും തനിക്ക് പുരസ്കാരങ്ങൾക്കപ്പുറമുള്ള ബഹുമതിയാണെന്ന സജീവ് മംഗലത്ത്. പ്രൗഢിയുടെ കൊടുമുടികളിലിരിക്കുമ്പോഴും ലാളിത്യത്തിന്റെ മുഖം പേറുന്ന ഇന്ത്യയുടെ വാനമ്പാടി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.